നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ എവിടുന്ന വരുന്നതെന്നറിയോ? നല്ലൊരു ശതമാനം നമ്മുടെ വിഷമങ്ങളുടെയും സങ്കടങ്ങളുടെയും കാരണക്കാര് നമ്മൾ തന്നെയാണ്. കാരണം നമ്മൾ ആൾറെഡി കുറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് എന്റെ ബിസിനസ് തകർന്നാൽ ഞാൻ തകർന്നു പോകും, അവൾ എന്നെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജീവിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്റെ ലൈഫ് അവിടെ തീർന്നു. ഇങ്ങനെ നമ്മുടെ സ്വപ്നങ്ങളുടെ, നമ്മുടെ സങ്കടങ്ങളുടെ, നമ്മുടെ സന്തോഷങ്ങൾക്കൊക്കെ നമ്മളൊരു ബോർഡർ വെച്ചിട്ടുണ്ട്. ഇൻ കേസ് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പേടിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ സ്റ്റക്ക് ആയി പോകും. നമ്മുടെ വിധി ഡിസൈഡ് ചെയ്യുന്നത് നമ്മളല്ല. ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും നമുക്ക് മൂവ് ഓൺ ചെയ്തല്ലേ പറ്റൂ. ഞാൻ പറയും, നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരു പ്ലാൻ ബി കൂടെ വേണം. ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചത് നടന്നിട്ടില്ലെങ്കിൽ അടുത്തതിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റണം. അതായത് നമ്മൾ സ്വപ്നം കാണുന്ന ഒരു കാര്യത്തിലോട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അടുത്ത കാര്യം, വാട്ട് നെക്സ്റ്റ്, എന്താണ് എന്റെ ജീവിതത്തിൽ ഇനി അടുത്തത് വേണ്ടത് എന്ന് ചിന്തിക്കാനും അങ്ങനെ മനസ്സിനെ സെറ്റ് ചെയ്യാനും നമുക്ക് പറ്റണം. കാരണം ലൈഫിൽ സക്സസിന് മാത്രമല്ല ഫെയിലിയറിനും ഒരുപാട് പോസിബിലിറ്റി ഉണ്ട്.